ഇവിടെ നമ്മൾ ടീം ഒരുങ്ങി കഴിഞ്ഞു. നമ്മളിപ്പോൾ ആശ്രമ മൈതാനത്തിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് എല്ലാ പണിയും മന്ത്രിയുടെ കണ്ടില്ല, എല്ലാ പണിയും മന്ത്രിമാരൊക്കെ എത്തി എല്ലാ പണിയും തീർന്നിരിക്കുകയാണ്. മെയിൻ സ്റ്റേജാണ് ആശ്രമ മൈതാനത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഏറ്റവും നന്നായിട്ട് ലൈവായിട്ട് വാർത്തകൾ എത്തിക്കുക, നമ്മുടെ ഒരുക്കങ്ങളിൽ എത്രമാത്രം. നമ്മുടെ മൂവി വേൾഡ് ഒരു വലിയ ടീം തന്നെയാണ്. നമുക്കിപ്പോൾ 15 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വേദികളും 24 വേദികളാണ് നമ്മൾ ഇതിനായിട്ട് ഒരുക്കിയിരിക്കുന്നത്. കലോത്സവത്തിൽ 24 വേദിയും ഇപ്പോൾ സാധാരണക്കാരൻ വന്നു കഴിഞ്ഞാൽ QR കോഡ് വഴി പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ 24 വേദികളിൽ കുട്ടികൾ നടത്തുന്ന ഓരോ കലാപ്രകടനങ്ങളും അത് മികച്ച പ്രകടനം മാത്രമല്ല, എല്ലാ പ്രകടനങ്ങളും പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മൂവിയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോള്, വളരെ വിപുലമായ സ്റ്റോള്, അത് ഹൈദരലി തന്നെ പറഞ്ഞാൽ നന്നായിരിക്കും. വിപുലമായ സ്റ്റോൾ, എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഹൈദരലി എന്ന് പറഞ്ഞാൽ നന്നായി. സ്റ്റോളിനെ കുറിച്ച് നമ്മൾ സ്റ്റോൾ ഏറ്റവും അവസാനത്തെ പണി മിനുക്കുപണിയിൽ, അതാണ് സ്റ്റോൾ കാണിക്കാത്തത്. സ്റ്റോൾ അല്പസമയത്തിൽ കാണിക്കും. ആ സ്റ്റോളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് എല്ലാ ദിവസവും നമ്മുടെ സ്റ്റാളിൽ വരും. ഗായകന്മാർ വരും, മിമിക്രി ആർട്ടിസ്റ്റുകൾ വരും, നാടൻ പാട്ട് കലാകാരന്മാർ വരും. അതോടൊപ്പം നാടകത്തിന്റെ ഏറ്റവും കലാരൂപങ്ങളുള്ള നാടകത്തിന്റെ ഏറ്റവും തട്ടകമാണ് കൊല്ലം. ആ കൊല്ലത്തെക്കുറിച്ച് പക്ഷേ നാടകത്തിന്റെ ഒരു തട്ടകമാണല്ലോ കൊല്ലം. തീർച്ചയായിട്ടും ഗോമാധവൻ മുതൽ നമ്മൾ മുകേഷ്, കൊല്ലത്തിന്റെ MLA, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ MLA മുകേഷാണ്. മുകേഷ് കാളിദാസ കലാകേന്ദ്രം അറിയാം. അങ്ങനെ നാടകത്തിന് ഒരുപാട് നാടക നടന്മാരെ വളർത്തിയെടുത്തൊരു നാടാണ് കൊല്ലം. അതുപോലെ തന്നെ ഈ വേദി അറിയപ്പെടുന്നത് ONV കുറുപ്പിന്റെ പേരിലാണ്. ONV കുറുപ്പിന്റെ ജന്മസ്ഥലം ചവറയിലാണ്. അദ്ദേഹം അവസാനമായി അവിടെ വരികയും പോവുകയൊക്കെ ചെയ്ത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ വന്നു. അങ്ങനെ ഈ വേദി കൊല്ലത്തുള്ള പ്രമുഖരായ ആളുകളുടെ പേരിലാണ് 24 വേദിയും അറിയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് ഈ നമ്മൾ നിൽക്കുന്ന പ്രധാന വേദിയായ ഈ ONV കുറുപ്പിന്റെ പേര് അറിയപ്പെടുന്ന ആശ്രമത്തെ വേദി. അതുപോലെ തന്നെ ഈ നാടക കലാകാരൻ O മാധവൻ, അങ്ങനെ നിരവധി പ്രഗത്ഭരായ ആളുകളെ വളർത്തിയെടുത്തൊരു സംസ്കാരമുള്ള നാടാണ് കൊല്ലം. നമുക്കറിയാം, കോഴിക്കോട് കലോത്സവം നടന്നപ്പോൾ കോഴിക്കോടാണ് നിരവധി തവണ കപ്പടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കൊല്ലക്കാർ പറയുന്നത് നമ്മൾ തന്നെ കപ്പടിക്കും, അത് ഞങ്ങളുടെ ഒരു വാശിയാണെന്നാണ് കൊല്ലക്കാർ പറയുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊല്ലത്തിന്റെ മണ്ണിൽ, ഈ കൊല്ലത്ത് വന്നാൽ ഇല്ലം വേണ്ടെന്നാണ്. അപ്പോൾ കൊല്ലത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പ് ഞങ്ങൾ അടിച്ചെടുക്കുമെന്നാണ് കൊല്ലത്തുള്ള കുട്ടികൾ പറയുന്നത്. നമ്മൾ ഇന്ന് പല വേദികളിലും പോയപ്പോൾ അവരുടെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, കൊല്ലത്തുള്ള കുട്ടികൾ വളരെ മുന്നോട്ട് ഇന്ന് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. എന്തായാലും നമുക്ക് ഇത്തവണയും കോഴിക്കോട് കൊണ്ടുപോകും, കൊല്ലം കൊണ്ടുപോകുന്നുള്ള ചർച്ചകൾ തന്നെ നാളെ കലോത്സവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ നാടക കലാകാരന്മാരും നമ്മുടെ തീർച്ചയായിട്ടും നാടക കലാകാരൻ, അതായത് പ്രധാനപ്പെട്ട വേദിയിലാണ് നാടകം നടക്കുന്നത്. അതാണ് ഈ വേദിയിലാണ് നാടകം അരങ്ങേറുന്നത്. നാടകത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം ഈ കൊല്ലത്തുണ്ട്. കാളിദാസ കലാകേന്ദ്രത്തിന്റെ ഓഫീസ് ഇപ്പോഴും ഈ കൊല്ലം പോളയത്തോട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ നാടകത്തെ ഇഷ്ടപ്പെടുന്ന വലിയ സമൂഹമുള്ളൊരു നാട്. നാടകത്തെക്കുറിച്ച് ഒരു സിനിമ തന്നെ, ജയറാമിന്റെ ഒരു സിനിമ തന്നെ നമ്മൾ കണ്ടു. അത് ഈ കൊല്ലത്തെ ഈ കൊല്ലവും പരിസര പ്രദേശമാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. അത് മുകേഷിന് കൂടുതൽ പറയാൻ കഴിയും. മുകേഷ് വരും ദിവസങ്ങളിൽ നമ്മൾക്കൊപ്പം ചേരുമ്പോൾ ആ മുകേഷ് MLA തന്നെ കൂടുതൽ കാര്യങ്ങൾ പറയും. O മാധവന്റെ പ്രശസ്തമായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഈ കലോത്സവ വേദിക്ക് തൊട്ടരികിൽ കപ്പലണ്ടി മുക്ക് എന്നുള്ള സ്ഥലത്താണ് O മാധവന്റെ പ്രതിമ വെച്ചിരുന്നത്. അങ്ങനെ നാടകത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട്. ആ നാട്ടിലാണ് 62ാമത് കലോത്സവം നടക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട വേദിയായ ഈ ആശ്രമം വേദിയിലാണ് ഈ നാടകം അരങ്ങേറുന്നതെന്നും ഈ കലോത്സവത്തിന്റെ പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരി കലാകാരന്മാർ നമ്മുടെ കൊല്ലത്ത്, നമ്മുടെ ആളുകളെല്ലാവരും എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കൊല്ലത്ത് വന്ന് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ തന്നെ, അത് നമ്മൾ മൂവി വേൾഡ് വേദിയുടെ വന്ന് പങ്കെടുക്കാൻ തന്നെ വളരെ സന്തോഷമാണ്. അവിടെ ഇരുന്ന് നല്ല ടൈപ്പ് ചെയ്യണ പോലെ അല്ലോ ഇവിടെ ഫീൽഡിൽ ഇറങ്ങിയ ജോലി അവാർഡ് മേടിച്ചാൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ എങ്ങനെയുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ? വളരെ സന്തോഷമാണ്. ഭയങ്കര പ്രതീക്ഷകളുണ്ട്. ഈ ഒരു 5-6 ദിവസം ഇവിടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ വാർത്തകൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. നമ്മളെല്ലാവരും വാർത്തകൾ ഏറ്റവും വാർത്തകൾ ബ്രേക്കിംഗ് ന്യൂസ് ഉൾപ്പെടെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ സാർ, ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സമീറ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 5 ദിവസം നമ്മളൊരു സമഗ്ര കവറേജ് ആയിരിക്കും. നമ്മളൊരു ഓൺലൈൻ ചാനലാണെന്ന് കരുതി നമ്മുടെ ചെറിയൊരു രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ കവറേജ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രേക്ഷകരും നമ്മുടെ ചാനൽ സ്ഥിരം കാണുക, നമ്മുടെ കലോത്സവ
കലോത്സവ വിശേഷങ്ങള് നമ്മളോടൊപ്പം ആസ്വദിക്കുക. അല്ല, ഓൺലൈൻ ചാനൽ നമ്മൾ ഇന്ത്യയിൽ അത് പറയുമ്പോഴേ ഈ ഓൺലൈൻ ചാനൽ വലിയ സാറ്റലൈറ്റിനെ പോലും കടത്തി വിട്ടുന്ന വലിയ കവറേജുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആർക്കാണ് നമ്മൾ എതിർക്കാൻ പറ്റുന്നത് ഇവിടെ? തീർച്ചയായിട്ടും അതിലിപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് ഇന്ത്യയിൽ 256 യൂട്യൂബ് ചാനലുള്ള ഏക കമ്പനിയാണ് മൂവി വേൾഡ് വിഷ്വൽ മീഡിയ. മലയാളത്തിൽ നിന്ന് 35 യൂട്യൂബ് ചാനൽ, 35 ഫേസ്ബുക്ക്. ഈ മലയാളത്തിലെ എല്ലാ ഇതിലും നമ്മുടെ ലൈവ് കാര്യങ്ങളും ഈ സ്റ്റോറികളും പോകുന്നുണ്ട്. ഒരു സംശയം വേണ്ട. ഫാസിലെ ക്യാമറ ഒക്കെ എങ്ങനെ ചെയ്യും? വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഇത്തരം വേദിയുള്ള വിഷ്വൽസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു ടാസ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര അധികം എക്സൈറ്റഡ് ആണ്. അവിടുത്തെ പോലെ മടി പിടിച്ചിരിക്കും? ഇല്ല ഓടി നടന്ന് വർക്ക് ചെയ്യും? ഓടി നടന്ന് വർക്ക് ചെയ്യും. അല്ല, ഉറപ്പല്ലേ? ഉറപ്പാണ്. സതീഷ് പറ. നല്ല എക്സൈറ്റഡ് ആണ്. പൊളിക്കാം. 5 ദിവസം അടിച്ചു പൊളിക്കും അല്ലേ? നല്ല രീതിക്ക്. വിനോദ ക്യാമറ ടീമൊക്കെ പറയുന്നത് കേട്ടില്ലേ? എല്ലാം ഓക്കെയാണ്. എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൊല്ലത്ത് ആദ്യമായിട്ട് അല്ല, വരുന്നത്. ഞാൻ കൊല്ലത്ത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. 15 വർഷം മുമ്പ് ഇന്ത്യ വിഷൻ ഉള്ളപ്പോൾ ഞാൻ നമ്മുടെ മാർഷലുണ്ട്. ഞങ്ങളിപ്പോൾ സംസാരിച്ച ഞാൻ മാർഷലുമായിട്ട് സംസാരിച്ചു. മാർഷലിൽ നിന്ന് മാതൃഭൂമിയിൽ ഞാൻ ആ ഇന്ത്യ വിഷൻ ഉള്ളപ്പോൾ ഞാൻ ഈ മണ്ണിൽ വന്ന് കവറേജിന് വന്നിട്ടുണ്ട്. ഞാൻ കൊല്ലത്ത് ആദ്യമായിട്ടാണ് കലോത്സവത്തിന്. ബാക്കി എല്ലായിടത്തും പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല അനുഭവമായിരിക്കുന്നു. പ്രതീക്ഷിക്കാം. നമ്മുടെ ഔട്ട്പുട്ട് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുക. നല്ല ഇതായിരിക്കുന്നു. അനീസ, എന്താണ് അവിടെ നിന്ന് വീഡിയോ ആണല്ലോ നമ്മൾ കൊല്ലത്ത് ആദ്യമായിട്ടാണ്. അതേപോലെ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നതും ആദ്യമായിട്ട് തന്നെയാണ്. ഇതിനു മുമ്പ് കലോത്സവത്തിന് വന്നിട്ടുണ്ട്, കലോത്സവം ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ കലോത്സവ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ്. അത് നല്ല രൂപത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. അത് ചെയ്യും. നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവരും കൂടി ചേർന്ന് ടീമായിട്ട് വർക്ക് ചെയ്യാം. അവിടെ അടിച്ചു പൊളിക്കുള്ള വെറുതെ ഇരുന്ന് അടിച്ചു പൊളിയല്ല. അല്ലല്ല, മനസ്സിലായി. കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കുന്നത്? കൊല്ലത്തിന്റെ സ്പന്ദനം അറിയാവുന്ന നമ്മുടെ ക്യാമറമാനാണ് ഇവിടുത്തെ. അപ്പൊ എങ്ങനെയാണ്? നമുക്ക് അടിപൊളിയാക്കാം, കളറാക്കാം. നമ്മുടെ നാട്ടിലെ കലോത്സവം ഇല്ലേ, നോക്കാം. നമുക്ക് അടിപൊളിയാക്കും. എഡിറ്റർ ഫുൾ ടൈം പണിയാട്ടോ, ഉറക്കമില്ല. രാവിലെ തുടങ്ങിയാൽ രാത്രി സ്റ്റോറികളെല്ലാം എഡിറ്റ് ചെയ്തു. ബാക്കി എഡിറ്റർമാർ നമ്മുടെ ഓഫീസിൽ ചെയ്യും. അപ്പൊ നീ ഇവിടുന്ന് എല്ലാം എഡിറ്റ് ചെയ്ത് വിടണം. എല്ലാം സെറ്റ് ചെയ്തു, നേരത്തെ എത്തിക്കാന്ന് മാത്രം. നമ്മുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിയല്ലോ. പിന്നെ ഫ്രീക്കനായി. കലോത്സവത്തിന് വേണ്ടിയാണ് ഫ്രീക്കനായ. ചെറുതായിട്ട്. അപ്പൊ ഈ പറഞ്ഞാൽ നമുക്ക് സുന്ദരനെ കാണിക്കില്ല സതീഷ് എന്ന്. സുന്ദരനെ കാണിക്കില്ല. സുന്ദർ ഇപ്പൊ ഇവിടെ വരുമല്ലോ. സുന്ദരാണ് ഇത്ര നേരം നിങ്ങൾക്ക് വേണ്ടി ക്യാമറ പിടിച്ചത്. സുന്ദര, എങ്ങനെ തോന്നുന്നു? നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ട്. ഉറപ്പായിട്ടും ചെയ്യും. നമ്മൾ സിനിമ ഇന്റർവ്യൂ എടുക്കണ പോലെ അല്ല ഇത്. മനസ്സിലായി. അത് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇതൊരു വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. വേറെ രീതിക്ക് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഫുൾ ടീം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സംഘാടക മികവ് കൊണ്ട് മിഴിവേറുകയും അതോടൊപ്പം തന്നെ കലാപ്രതിഭകളുടെ കഴിവ് കൊണ്ട് കപ്പിടിക്കുകയും ചെയ്യുന്ന ഈ കലോത്സവത്തിന് നമുക്ക് കൈകോർക്കാം. മൂവി വേൾഡ് മീഡിയയോടൊപ്പം നിങ്ങൾ എന്നും ഉണ്ടാകണം. എല്ലാ ദിവസവും നാളെ രാവിലെ മുതൽ ഞങ്ങൾ ലൈവ് തുടങ്ങുന്നതായിരിക്കും. അതോടൊപ്പം നല്ല നല്ല സ്റ്റോറികൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുക. അപ്പം നിങ്ങളാണ് ഞങ്ങൾ ഇത്രയും നാൾ വളർത്തിയത്. നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യങ്ങൾ, ഞങ്ങളുടെ ഇവിടെ ഒരു സെൽഫി പോയിന്റ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മൈജി സെൽഫി പോയിന്റ് എന്നാണ് എൻ്റെ പേര്. അവിടെ വന്ന് സെൽഫി എടുക്കുന്നവർ മൂവി വേൾഡിൻ്റെയും അതോടൊപ്പം തന്നെ മൈജിയും ടാഗ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്ക് ഒരു ഫോണാണ് ഞങ്ങൾ സമ്മാനമായി നൽകുക. അതും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒന്ന് അറിയിക്കുകയാണ്. അത് ഇവിടെ വന്ന് നമ്മുടെ പ്രത്യേക ഒരു കൗണ്ടറാണ് അതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കല്ലേ? റെഡി അല്ലേ? റെഡി? ഓക്കേ.